3 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിനിടയിൽ 2.5 ലക്ഷത്തോളം രോഗികളെ സൗജന്യമായി ചികിത്സിച്ച ഡോക്ടറെ പരിചയപ്പെടാം. കാസർഗോഡ് ബീരന്തവയലിലെ ഡോക്ടർ ബി കേശവ ഭട്ടാണ് സമാനതകളില്ലാത്ത സേവനങ്ങളുമായി ഇപ്പോഴും കർമ്മനിരതനായിരിക്കുന്നത്. സ്വന്തമായി വാഹനമില്ല. 30 വർഷത്തോളമായി വാടക വീട്ടിൽ താമസം. 34 വർഷത്തെ തന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ 2.5 ലക്ഷത്തോളം രോഗികളെയാണ് ബീരന്തവയലിലെ ഡോക്ടർ കേശവ് ഭട്ട് സൗജന്യമായി ചികിത്സിച്ചത്. സത്യസായി ബാബയോടുള്ള ഭക്തിയാണ് ലളിത ജീവിതവും സൗജന്യ സേവനവും നടത്താൻ പ്രചോദനമായതെന്ന് ഡോക്ടർ പറയുന്നു. ദാവൻകരെ JGM മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞ് 1978 മുതൽ 82 വരെ പുട്ടപർത്തിയിലെ സത്യസായി ആശുപത്രിയിൽ സൗജന്യ സേവനം ചെയ്താണ് തുടക്കം. 1982 നാട്ടിലേക്ക് തിരിച്ചെത്തി. 34 വർഷമായി തുടരുന്ന നിശബ്ദ സേവനം കോവിഡ് കാലത്ത് മുടങ്ങിയതിന്റെ പരിഭവത്തിലാണ് ഇപ്പോൾ ഡോക്ടർ കേശവ് ഭട്ട്. കോവിഡിനെ തുടർന്ന് ഏപ്രിലോടെയാണ് ക്യാമ്പ് നിർത്താൻ ഓൾ ഇന്ത്യ സത്യസായി ട്രസ്റ്റ് നിർദ്ദേശിച്ചത്. ക്യാമ്പ് കാര്യമായിട്ട് തുടങ്ങുമ്പോൾ ആഴ്ച അവിടെ പോയിക്കൊണ്ട് അവിടെ വന്ന പേഷ്യൻസിന് മരുന്ന് സൗജന്യമായിട്ട് കൺസൾട്ടേഷനും സൗജന്യമായിട്ട് ചെയ്തുകൊണ്ടായിരുന്നു. അവിടെ ഏകദേശം പേഷ്യൻസ് 100, 150, 200, 750 വരെ പേഷ്യൻസ് ഉണ്ടായിരുന്നു ചിലപ്പോൾ. ഇവിടെ അങ്ങനെ അതേ പ്രിൻസിപ്പിളിൽ നോക്കുന്നത് മരുന്ന് 2 സൗജന്യമായിട്ട് കാര്യമായിട്ട് അതിൻ്റെ ആവശ്യമുള്ള ആൾക്ക് അതിൻ്റെ ഹെൽപ്പ് കിട്ടണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലാണ് ചെയ്തത്. താത്കാലികമായിട്ട് COVID-19 വന്നതിന് ശേഷം ഇപ്പോൾ നിർത്തിയിട്ട് ഇനി രണ്ടാമത് തുടങ്ങണമെന്ന് പറയുന്ന ഉദ്ദേശം. 1995 വരെ സഹോദരൻ ഡോക്ടർ NS ഭട്ടിന്റെയും പത്നി ഡോക്ടർ ലളിത NS ഭട്ടിന്റെയും ഉടമസ്ഥതയിലുള്ള നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തു. 96 മുതൽ 2006 വരെ കിളിംഗാർ AUP സ്കൂളിലും സായി മന്ദിരത്തിലും ആഴ്ചയിൽ 1 ദിവസമുള്ള പരിശോധന. ബസ്സിലായിരുന്നു യാത്ര. തുടർന്ന് 1.5 കിലോമീറ്ററോളം നടന്നാണ് ക്യാമ്പിൽ എത്തിയിരുന്നത്. ഭാര്യയോടൊപ്പം സാമ്പിൾ മരുന്നും കരുതും. മുള്ളേരിയ, ബന്തെടുക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള രോഗികൾ ഡോക്ടറെ കാണാനായി ഇവിടെ എത്തും. 1989 മുതൽ വാടക വീട്ടിലാണ് താമസം. മക്കൾ ആദിത്യ പ്രകാശ് അമേരിക്കയിൽ എഞ്ചിനീയറും സത്യപ്രകാശ് ന്യൂഡൽഹി ആശുപത്രിയിൽ സൈക്യാട്രിസ്റ്റുമാണ്.